ഞാന് അസീസ് മുസ്ലിയാർ ചോക്കാട് മുഖേന തൗഹീദിന്റെ കാര്യങ്ങൾ കുറെ മനസ്സിലാക്കി സൗദി അറേബ്യയിൽ വെച്ച്. നാട്ടിൽ വന്നതിന്റെ ശേഷം ഞാനൊരു തൗഹീദ് സുന്നിയായി ഇങ്ങനെ ജീവിക്കാം. തൗഹീദ് സുന്നി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. തൗഹീദ് ഉൾക്കൊള്ളുന്ന ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. ആ കാലഘട്ടത്തിലാണ് എന്റെ വലിയ അലിയ മരണപ്പെട്ടു. എന്റെ വലിയ പെങ്ങളെ കല്യാണം കഴിച്ച അളിയൻ രാത്രി 3 മണി സമയത്ത് പെങ്ങളെ വിളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തു. ഒരു ഗ്ലാസും കൂടി വേണം തന്നെ, മറ്റതും കൊടുത്തു. അത് കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കയ്യും കാലും നീട്ടി വെച്ച് മൂപ്പരങ്ങ് മരിച്ചു. മയ്യിത്തുമായി നടന്നു നീങ്ങുന്ന സമയത്ത് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാഷ്ട്രീയ പാർട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്ന അതേ പ്രതീതി ഉളവാക്കിക്കൊണ്ടാണ് മയ്യിത്തുമായി നടന്നു നീങ്ങുന്നത്. ഇത് കണ്ടപ്പോ വല്ലാത്ത മനസ്സാക്ഷി കുത്തി. കാരണം പള്ളി ദർസിൽ വെച്ച് ഫത്ഹുൽ മുഈൻ ഓതുന്ന സമയത്ത് ഉസ്താദന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മയ്യിത്തുമായി നടന്നു നീങ്ങുമ്പോൾ മൗനമായിട്ടാണ് പോവേണ്ടത് എന്ന്. അതിനെതിരായി കണ്ടപ്പോൾ വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. പൊരേര് ചെന്നിട്ട് അല്ലദ്കാറെന്ന് കിതാബെടുത്ത് നോക്കി. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന ഇബാറത്ത് തറപ്പിച്ച് പറയുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സാക്ഷിക്കുത്ത് കൂടി. അടുത്ത വെള്ളിയാഴ്ച തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ അല്ലദ്കാറെന്ന് കിതാബ് തൊക്കിരി വെച്ച് പോയി എന്റെ തൊട്ട മഹല്ല് കടുങ്ങല്ലൂർ, അവിടെ അളിയാൻ മരിച്ചത്. അവിടെ ചെന്നിട്ട് ഞാന് കമ്മിറ്റിയിൽപ്പെട്ട മുഹമ്മദ് ആജിനെ കണ്ട്, വല്യത്തിൽ അഹമ്മദിനായ അജയരോട് ചോദിച്ചു, അല്ല അജയരെ ഇന്നിപ്പോ വെള്ളിയാഴ്ച, ഇന്ന് ഹസീബിന് അവിടെ വല്ലതും പറയാനുണ്ടോ, വല്ല പ്രസംഗം ഉണ്ടോ ഹസീബിന്റെ? അപ്പൊ എന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം? അല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ മുഹമ്മദിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറഞ്ഞോ, ഹസീബിന് പറയാനുള്ള അടുത്ത ആഴ്ച പറഞ്ഞോട്ടെയാണ്. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിയുന്നതിന് മുമ്പായിട്ട് ദുആന്റെ അവസാനമായപ്പോ ഞാൻ അവിടെ എണീറ്റ് നിന്നു. ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് മെഹ്റാബിന്റെ അടുത്ത് അവിടെ നിന്നു. അരമണിക്കൂർ നേരം ഞാൻ പ്രസംഗം നടത്തി. എല്ലാവരും വളരെ ആഹ്ലാദത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ, ഒറ്റ കുട്ടി എണീറ്റ് പോയില്ല. അത് ഞാൻ ചില പരിചയങ്ങളൊക്കെ വിട്ട് എല്ലാവരും പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഇരിക്കട്ടെ. അവസാനം ഞാൻ പറഞ്ഞു, ജനങ്ങളെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും അഭിപ്രായത്തിൽ ഉണ്ടാവില്ല, എനിക്കറിയാം. ഇനി നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചിരുന്ന കിതാബും എടുത്തിട്ട് ഈ ഇബാറത്ത് ലഫ്ളും ബിലഫ്ളായിട്ട് അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാം നീ മനസ്സിലാക്കണം. അന്ന സവാബൽ മുഖ്താറ, തെരഞ്ഞെടുക്കപ്പെട്ട സത്യം ഒന്ന് മാത്രമാണ്. കാന അലൈഹി സലഫു, സലഫു സ്വാലിഹീങ്ങൾ മുഴുവനും ആ ഒരു സത്യത്തിന്റെ മേലായിരുന്നു. അതാണ് സത്യം. അതെന്താ? അസ്സുകൂതു ഫീ ആലിസൈരിം അൽ ജനാസ, മയ്യിത്തുമായി നടന്നു പോകുന്ന സമയത്ത് മൗനം ദീക്ഷിക്കുക. അത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഞാൻ പറഞ്ഞു, അദാ ഹുവ സവാബ്, ഇത് തന്നെയാണ് സത്യം. ഫലാ തഗതറന്ന ബികസറതി മൻ യുഖാലിഫുഹു, ഇതിന് വിപരീതം പ്രവർത്തിക്കുന്നവരുടെ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് വഞ്ചിതനാവല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ജനങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്നത് വെളയക്കാരൻ നൂറുദ്ദീനാജിന്റെ മകൻ ഹമീദല്ല, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ നബവി ഇമാം അൻ-നഖജ. അതേ ശൈലിയിൽ പറഞ്ഞിട്ട് നബവി ഇമാമിന്റെ പേര് കിതാബിന്റെ ചട്ടമനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അബ്ദുൽ ഹമീദ് പറഞ്ഞതിന് അർത്ഥം പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ എന്ന്. ഈ ഇരിക്കുന്നത് മുഴുവനും പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. ഞങ്ങളെ വെളയര്, പറപ്പൂര്, കടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞ ആലിമീങ്ങളുടെ കേന്ദ്ര. ഒന്നാമത്തെ സ്വഫ് നിറയെ ആലിമീങ്ങളാ, മുസ്ലിയാക്കന്മാരാ. ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്നത് മുഴുവനും ആലിമീങ്ങളാണ്. അബ്ദുൽ ഹമീദ് അർത്ഥം പറഞ്ഞത് ഏതെങ്കിലും ഒരു ലഫ്ളിന് പിഴവുണ്ടെങ്കിൽ ഈ ഉസ്താദന്മാര് പറയട്ടെ. കുറച്ചേരം ഞാൻ മൗനായിരുന്നു, ഒരു കുട്ടി മുണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് സത്യം, ഞാൻ അർത്ഥം പറഞ്ഞതിന് മാറ്റമില്ല, ഇത് നബവി ഇമാമാണ് പറയുന്നത്, അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് തിരിച്ചു വരണേ എന്നും പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം നിർത്തി, ദുആ നിർത്തി. അതിന് ഉസ്താദ് മറുപടി പറഞ്ഞു, ഖതീബ് മറുപടി പറഞ്ഞു, സുന്നി സഹോദരാ ഒന്ന് കേൾക്ക്, മനസ്സിലാക്ക്. ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയോ? പൈസയാണ്. ആളെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ പിന്നെ പറയാ. അയാള് പറയുന്നതാ, ജനങ്ങളെ, മയ്യിത്തുമായി നടന്നു നീങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ തെളിവില്ല എന്ന് വിചാരിക്കുക, എന്നാലും ചെല്ലണത് ലാ ഇലാഹ ഇല്ലല്ലല്ലേ. മയ്യിത്തുമായി നടന്നു നീങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ആകാശം പൊളിഞ്ഞു ചാടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ആലിമിന്റെ മറുപടിയായത്. ഒരു ആലിം ഇസ്ലാമിന് തെളിവുണ്ടാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ തെളിവില്ല എന്ന് വിചാരിക്കുക മയ്യിത്തുമായി നടന്നു നീങ്ങുമ്പോൾ.
എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആകാശം പൊളിഞ്ഞു ചാടുമോ? ഒരു ആലിമ് ചോദിക്കുക. അതിന് മറുപടി പറയേണ്ടി വന്നു. മറുപടി പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ജനങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ, ആകാശം പൊളിഞ്ഞു ചാടിയിട്ടില്ല എന്നതാണോ ഇസ്ലാം അംഗീകരിച്ചതിന്റെ തെളിവ്? എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്ഥലമുണ്ട്, അത് കഅബ ശരീഫാണ്, അല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമുണ്ട്, അത് ബിംബാരാധനയാണ്. കഅബ ശരീഫിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് 300-ൽ പരം ബിംബങ്ങൾ പൂജിക്കപ്പെട്ടു. ആകാശം പൊളിഞ്ഞു ചാടിയോ? ഞാൻ ചോദിച്ചു. മനസ്സിലാക്കങ്ങള്. അപ്പൊ ആകാശം പൊളിഞ്ഞു ചാടിയിട്ടില്ല എന്നത് ഇസ്ലാം അംഗീകരിച്ച് എന്നതിന്റെ തെളിവല്ല. ആകാശം പൊളിഞ്ഞു ചാടിയിട്ടില്ല എന്നത് ഇസ്ലാം അംഗീകരിച്ച് എന്നതിന്റെ തെളിവാണെങ്കിൽ ബിംബാരാധന ഇസ്ലാം അംഗീകരിച്ചെന്ന് പറയേണ്ടി വരില്ലേ? ജനങ്ങളിത് മനസ്സിലാക്കി. അതിന് പിന്നെ എന്റെ ഉസ്താദാണ് മറുപടി പറയാൻ വന്നത്. ഞാനത് പറഞ്ഞപ്പോൾ ആരാന്നറിയോ? ഉസ്മാൻ ഫൈസി, പ്രഗത്ഭനായ പണ്ഡിതനാ, മുദർരിസാ പഴയ കാലത്ത്. ബുദ്ധിമാന മനുഷ്യനിൽ മൗലവി ചെന്നപ്പോൾ ഗെറ്റൗട്ടെന്നൊരു ശബ്ദം കേട്ടു, മൗലവി വേഗത്തിൽ സ്ഥാനം വിട്ടു എന്നൊക്കെ മുജാഹിദീങ്ങളെ പറ്റി അക്കാലത്ത് ഞങ്ങൾ ഓതിപ്പടിക്കുന്ന ആ കാലത്തെ മുജാഹിദീങ്ങളെ പറ്റി പാട്ടൊക്കെ രചിച്ച് മുജാഹിദീങ്ങളെ എതിർക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ആളാ എന്റെ ഉസ്താദ് ഉസ്മാൻ ഫൈസി. അയാളാ മറുപടി പറയാൻ വേണ്ടി വന്നത്. അദ്ദേഹം പറയാണ്, ഹമീദാജിക്ക് തെറ്റുപറ്റിയതാണ്, സാരമില്ല, അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അയാൾ നല്ല മനസ്കനാണ്. മുണ്ടാർമ്പത്ത് ഞങ്ങൾ എനിക്ക് ദൈനുദ്ദീൻ മുസ്ലിയാരടുത്ത് ഓതി താമസിക്കുമ്പോൾ എനിക്ക് നല്ല അടുത്ത പരിചയമാണ്. അയാള് നല്ല മനസ്കനാണ്. എന്റെ ഈ സംസാരം കേൾക്കുന്നതോടുകൂടെ അയാൾ തിരിച്ചു വരും. ഞങ്ങൾക്കും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഉസ്താദന്മാരടുക്കൽ പോയിട്ട് സംശയ നിവാരണം വരുത്തി. അതായിരുന്നു അയാൾ ചെയ്യേണ്ടിയിരുന്നത്. സാരല്ല, ഇതോടുകൂടെ അയാൾ തിരിച്ചു വരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും. വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ അന്ന് സംസാരിച്ചു. എന്നിട്ട് പറയുന്നെന്താ, ആ ഒരു കിതാബിൽ അങ്ങനെ പറഞ്ഞത് ശരി തന്നെയാണ്. ആ കിതാബിൽ അങ്ങനെ പറഞ്ഞത് ശരിയാണ്. എന്നാൽ മറിച്ച അനേകം കിതാബിലും ദിക്ർ ചെല്ലണമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്റെ ഉസ്താദ് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, അതിപ്പോ എന്തായി കേൾക്കുന്നത്? നമ്മളെല്ലാ കിതാബെല്ലാം കൂടി പരിശോധിച്ചിട്ടില്ലല്ലോ. അപ്പോഴോ അങ്ങനെ ഉണ്ടാവും. ഒരു കിതാബിൽ ചെല്ലണം എന്ന് പറയാ, ഒരു കിതാബ് ചെല്ലണ്ടെന്ന് പറയാ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ മറ്റ് കിതാബുകളിൽ പരിശോധിക്കാൻ ഞാൻ തയ്യാറാവേണ്ടി വന്നു. പുളിക്കൽ സലഫി കോളേജിൽ പോയി കുറച്ച് ഷാഫി കിതാബ് അവിടുന്ന് കിട്ടി. പിന്നെ തുറക്കൽ ജബ്ബാർ മുസ്ലിയാരെയും കൂട്ടിയിട്ട് അയാളെ നാട്ടിൽ പോയിട്ട് തപ്പി. പഴയ കാലത്തെ ദർസുള്ള സ്ഥല കുറെ കിതാബ് അവിടുന്ന് കിട്ടി. 9 കിതാബ് കിട്ടി കേട്ടോ. അൽ-അദ്കാർ, തുഹ്ഫ, മുഗ്നി, റൗള, കല്യോബി, ഷർവാനി, ശറഹുൽ മൻഹജ്, ബാഫദ്, ഖുർദി, 9 കിതാബ് കിട്ടി. വേറെ ആവശ്യത്തിന് 9 കിതാബിൽ ഇബാറത്തിൽ പകർത്തു കൊടുത്തിട്ട് കൊണ്ടേയിട്ടാണ് അവതരിപ്പിച്ച് കിട്ടിയ മറുപടിയിൽ 9 കിതാബിലാണ് ഭാരത്ത്. അപ്പോഴോ പിന്നെ അതിന് വേറെ നിലക്കുള്ള സംസാരം വന്നത്. അതിലെല്ലാം കൂടി ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ആ സഹോദരന്മാരെ, അപ്പോൾ ജനങ്ങൾ എന്നെ വഹാബിയാണെന്ന് മുജാഹിദാണെന്ന് പറയാൻ തുടങ്ങി. മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെ, ശാഫിഈ മദ്ഹബിൽ നിന്ന് തെറ്റിക്കൊണ്ട്, ശാഫിഈ മദ്ഹബിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് അരവാക്ക് ഞാൻ ഇവിടെ ഉച്ചരിച്ചിട്ടില്ല. ഷാഫിഈ മദ്ഹബിലെ ഇബാറത്ത് വായിച്ച അർത്ഥം പറയുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഷാഫിഈ മദ്ഹബിലെ ഇബാറത്ത് വായിച്ച അർത്ഥം പറഞ്ഞതിനല്ലേ നിങ്ങൾ എന്നെ മുജാഹിദ് എന്ന് പറയുന്നത്? ഷാഫിഈ മദ്ഹബിലെ കിതാബിലെ ഇബാറത്ത് വായിച്ച അർത്ഥം പറഞ്ഞതിനല്ലേ നിങ്ങൾ എന്നെ വഹാബി എന്ന് പറയുന്നത്? അപ്പൊ ഒരു കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഈ വഹാബികള്, ഈ മുജാഹിദീകൾ എന്ന് പറയുന്നവര് ഒരു പുതിയ ദീനുമായിട്ട് വന്നവരല്ല. ഷാഫിഈ മദ്ഹബിലുള്ള കിതാബിലുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇവരും പറയുന്നത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഡേറ്റ് മുതൽക്ക് ഇവിടെയുള്ള ഇസ്ലാഹി പ്രവർത്തകരോടൊന്നിച്ച് എന്നാൽ കഴിയുന്ന പ്രവർത്തനം ചെയ്യാൻ ഞാനും തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു എന്നും പറഞ്ഞൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ട് ആ വിഭാഗത്തിനോട്, ആ സമുദായത്തിനോട്, ആ സമൂഹത്തിനോട് എന്നേക്കും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നതാണ്. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതാണ് നമുക്ക് പറയാനുള്ളത്. രക്ഷിതാവേ, ആ അന്ധവിശ്വാസത്തിൽ നിന്ന്, ആ ചീഞ്ഞളിഞ്ഞ് നാറിക്കിടക്കുന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് രക്ഷിച്ചത് നീയാണ് റബ്ബേ. അന്ന് ഞങ്ങളെ നീ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ആ അന്ധവിശ്വാസത്തിൽ നീന്തി കളിക്കുന്ന കാഴ്ചയായിരിക്കും ഞങ്ങൾക്ക് കാണേണ്ടി വരിക.